നമസ്കാരം. പ്രധാന വാർത്തകൾ. NGO യൂണിയൻ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് തൊടുപുഴയിൽ വിവിധ ആഘോഷങ്ങൾ നടന്നു. കാർഡ്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. ഭക്തജനത്തിരക്കിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം 8ാം ദിവസത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കേരള NGO യൂണിയൻ സുവർണ ജൂബിലിയുടെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സെമിനാറും പ്രതിഭാ സംഗമവും നടന്നു. സ്കൂൾ കലോത്സവ വിജയികളായ കുട്ടികൾ അണിനിരന്ന പ്രതിഭാ സംഗമം പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 35 പ്രതിഭകൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെമിനാർ കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് KP മേരി, പ്രൊഫസർ MM നാരായണൻ, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജാതിവിരുദ്ധ സ്വഭാവവും ഇതെല്ലാം തന്നെ കാണാം. പക്ഷെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജാതിവിരുദ്ധമായത് മാത്രമല്ല, ജന്മിവിരുദ്ധമായിട്ടുള്ള ഭൂമിയുടെ അവകാശമാർക്കാണ്. ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കൊളോണിയൽ സമൂഹത്തിലെ ഭൂമിയുടെ അവകാശത്തെ പുനർനിർവചനം ചെയ്തുകൊണ്ടാണ് കൊളോണിയൽ ഭരണം നിലനിന്ന് വന്നത്. ഞങ്ങൾ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്നത് 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു റെഗുലേഷനിലൂടെ കോൺവാലീസ് പ്രഭു അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമര സംഘടനയുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട കോൺവാലീസ് ഇവിടെ വിജയശ്രീലാളിതനാകാൻ വേണ്ടി 93 ഒപ്പിടുന്ന ആ ഒരു ആക്ട് ഇന്ത്യയിലൊരു പുതിയ ജന്മിത്വത്തെ സൃഷ്ടിച്ചെടുത്തു. ആ പുതിയ ജന്മിത്വത്തെ നമുക്കറിയാം 1968, 69കളിലും 70കളിലും പൂർണ്ണമായി 100-150 വർഷങ്ങൾക്ക് ശേഷം ആ ആക്ടിനെ നിർജീവമാക്കുന്ന വിധത്തിലുള്ള, ആ റെഗുലേഷനെ നിർജീവമാക്കുന്ന വിധത്തിൽ ഭൂപരിഷ്കരണത്തിൻ്റെ സാധ്യത, ഭൂപരിഷ്കരണം ഇവിടെ നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഈ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആശയങ്ങൾ ഭൂമിയുടെ സ്ഥിരാവകാശം ആർക്കായിരിക്കണം, ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളിൽ ലോക മുഴുവൻ, ഇന്ത്യയിൽ മാത്രമല്ല എവിടെയെല്ലാം കൊളോണിയൽ ഭരണം ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ. കാർഡ്സ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. തൊടുപുഴ ലീഗ് ഗ്രൗണ്ടിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ എന്നിവർ ചേർന്നാണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, R ഹരി, TS രാജൻ,
PG രാജശേഖരൻ, ജോർജ് അഗസ്റ്റിൻ, PP ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 19 മുതൽ 23 വരെയാണ് വിള പ്രദർശനവും വിത്ത് ഉത്സവവും സംഘടിപ്പിക്കുന്നത്. കാഡ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമുക്കറിയാം, തൊടുപുഴയിൽ വലിയ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ മനുഷ്യരുടെ മനസ്സിൽ മാത്രമല്ല കാർഷിക മേഖലയിലും ഒക്കെ കാഴ്ചപ്പാടിൽ മനോഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കാഡ്സിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നമുക്കറിയാം, എല്ലാ സാധനവും കമ്പോളത്തിൽ പോയി വാങ്ങിയിരുന്ന തൊടുപുഴക്കാർ സ്വന്തമായി തങ്ങൾക്കുള്ള 2, 3, 4, 5 സെൻറ്റ് മുതൽ മുകളിലോട്ടുള്ളവരടക്കം തങ്ങളുടെ വീട്ടുമുറ്റത്തും പറമ്പുകളിലുമൊക്കെ കൃഷി ചെയ്യുവാനും ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അത് ഉപയോഗിക്കുവാനും തുടങ്ങിയ ഒരു സംസ്കാരം കൊണ്ടുവരുവാനായിട്ട് കാഡ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാഡ്സിൻ്റെ ഭാരവാഹികളെ ബഹുമാനപ്പെട്ട ആന്റണി സാറിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുവാൻ മാത്രം ഈ അവസരം. നെടിയശാല കർമ്മലീത്ത മഠത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ സമാപനമായി. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ അർപ്പിച്ച കുർബാനയോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത്. ചടങ്ങുകളിൽ ഇടവക വികാരി, കർമ്മലീത്ത സന്യാസിനികൾ, ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന റൂറൽ ബാങ്ക് വിഷുചന്ത ആരംഭിച്ചു. കാഞ്ഞിരമറ്റത്താണ് വിഷുചന്ത തുടങ്ങിയിരിക്കുന്നത്. വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് K സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അഴിച്ചുമാറ്റാത്ത കമാനങ്ങളും ബാനറുകളും അപകട ഭീഷണി ഉയർത്തുകയാണ്. ഇവ സ്ഥാപിക്കുന്നവർ അഴിച്ചുമാറ്റാൻ തയ്യാറാകാത്തതാണ് അപകട ഭീഷണി ഉയർത്താൻ കാരണം. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പാതി കീറി തൂങ്ങിയ ബാനർ അപകട ഭീഷണി ഉയർത്തുകയാണ്. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ PG രാജശേഖരന് നീർനായ ആക്രമണത്തിൽ പരിക്ക്. കാഞ്ഞിരമറ്റം കടവിൽ കുളിക്കുമ്പോൾ കാലിന് കടിയേൽക്കുകയായിരുന്നു. ഇദ്ദേഹം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 12 പേർക്ക് നീർനായയുടെ കടിയേറ്റിരുന്നു. ഇനി ഉത്സവ വിശേഷങ്ങളിലേക്ക്. 7ാം ഉത്സവത്തോടനുബന്ധിച്ച് മൈലക്കൊമ്പ് ദേവീക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. തിരുമുൻപിൽ പറവച്ചാണ് എഴുന്നള്ളിപ്പിന് തുടക്കമായത്. പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ആനയാണ് ഇക്കുറി തിടംപേറ്റിയത്. ഐമുറി മഠം കുടുംബാംഗങ്ങൾ വാളും പരിചയമേന്തിയാണ് അകമ്പടി സേവിച്ചത്.
തിരുവുത്സവത്തോടനുബന്ധിച്ച് നാട്യസദനം ഇരിങ്ങാലക്കുട കഥകളി അവതരിപ്പിച്ചു. കഥ ദുര്യോധനവധം. തിരുവുത്സവത്തിന് ഭക്തജന തിരക്ക് ഏറുകയാണ്. ആയിരങ്ങളാണ് പ്രതിദിനം ക്ഷേത്രത്തിലെത്തുന്നത്. ഉച്ചയ്ക്ക് നടന്ന പ്രസാദഊട്ടിൽ പങ്കെടുക്കാനും പതിവിലേറെ ഭക്തജനങ്ങൾ എത്തിയിരുന്നു. വഴിവക്കിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന് നേരെ ആക്രമണമുണ്ടായതായി പരാതി. കഴിഞ്ഞ രാത്രി പാലാ റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ട നിലയിലാണ്. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന തുഷാരം ബസിന്റെ ചില്ലുകളാണ് തകർക്കപ്പെട്ട നിലയിലായത്. മധ്യവയസ്കൻ കുളത്തിൽ മരിച്ച നിലയിൽ. മണക്കാട് നെല്ലിക്കാവ് വടക്കേക്കുന്നേൽ ഷാജിയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയാണ് അപകടമുണ്ടായത്. പുലർച്ചെ മരിച്ച നിലയിൽ കുളത്തിൽ കാണപ്പെടുകയായിരുന്നു. ചുറ്റുമതിൽ ഇല്ലാത്ത കുളത്തിൽ വീണതായാണ് നിഗമനം. പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടത്തി. ഭാര്യ ദീപ, മകൻ നന്ദു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NGO യൂണിയൻ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് തൊടുപുഴയിൽ വിവിധ ആഘോഷങ്ങൾ നടന്നു. കാർഡ്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. ഭക്തജനത്തിരക്കിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം 8ാം ദിവസത്തിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.